വഴിക്കടവിൽ ഷോക്കിട്ട് മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. സത്യത്തിൽ കണ്ടു നിൽക്കാൻ കഴിയില്ല ആ കാഴ്ച. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ആദ്യം അനന്തുവിന്റെ സ്കൂളിലേക്കാണ് എത്തിച്ചത്. അവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കണ്ണീരോടുകൂടിയാണ് സുഹൃത്തുക്കളും സഹപാഠികളും അധ്യാപകരും എല്ലാവരും അനന്തുവിന് ആദരാഞ്ജലികൾ നേർന്നത്. അനന്തു പഠിക്കാൻ മിടുക്കനും ക്ലാസ്സിലെ ഗായകനുമായിരുന്നു. അനന്തു ഈ സ്കൂൾ തുറക്കുന്ന ദിവസമൊക്കെ തന്നെ പാടിയാണ് കുട്ടികളെ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ സ്വാഗതം ചെയ്തത്. അനന്തു ക്ലാസ്സിൽ നിന്ന് പാടുന്ന ഗാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അനന്തുവിന്റെ കൂട്ടുകാർക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. പെൺമക്കളോ ആൺമക്കളോ മക്കളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു അവസ്ഥ വരരുതേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ അച്ഛൻ ആകപ്പാടെ തളർന്ന അവശനായ നിലയിലാണ്. എന്താണ് തന്റെ മകന് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മനോനില തെറ്റിയ രീതിയിലാണ് ആ അച്ഛൻ നിലവിലുള്ളത്. അനന്തുവിന് യാത്രാമൊഴി ഏകുമ്പോൾ നാട്ടുകാരും കണ്ണീരണിയുകയാണ്. വീട്ടിലെ പൊതുദർശനം ഉടൻ തന്നെ പൂർത്തിയാകും. ഒരു നാട് മുഴുവൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അനന്തു മടങ്ങുമ്പോൾ ഒരു നാടൊന്നാകെ കണ്ണീരിൽ ആവുകയാണ്. സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഡിവൈഎസ്പി കെ ആൽവിക്കാണ് അന്വേഷണ ചുമതല. മരിച്ച അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഞെട്ടലോടുകൂടിയല്ല നമുക്കത് കേൾക്കാൻ സാധിക്കുകയില്ല. ഷോക്കേറ്റാണ് മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട്. നേരിട്ട് കമ്പി കയറിൽ തട്ടിയത് കൊണ്ടാണ് ആഘാതം കൂടിയത് എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വയറിൽ 3 പാടുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം ആഴത്തിലുള്ളതാണ്. ഷോക്കേറ്റ് ഉടനെ മുഖമടിച്ച് വീഴുകയായിരുന്നു. ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നും തന്നെ ഇല്ല എന്നും പ്രാഥമിക റിപ്പോർട്ട് പറയുന്നു. അതായത് ഈ വയറൊക്കെ തന്നെ ശരീരഭാഗത്തിലെ ആ ഭാഗത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാകുന്നു. അതായത് ഷോക്കേറ്റ് ആ ഒരു ഇതിൽ ഷോക്ക് കയറി ഇറങ്ങുമ്പോൾ, അതിൽ കറണ്ട് ശരീരത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം അതായത് വളരെ നേർത്തതല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അത്രയും ആ കുട്ടി ആ വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആഘാതം കൂടാനുള്ള കാരണം നേരിട്ട് കമ്പി വയറിൽ തട്ടിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാകുന്നത്. ആ കമ്പി തട്ടിയ ഭാഗം, വയറിലെ ആ ഭാഗമാണ് ആഴത്തിൽ മുറിവായിരിക്കുന്നത് എന്നുള്ളതാണ്. കേസിൽ നിലവിൽ ഒരൊറ്റ പ്രതി മാത്രമാണുള്ളതെന്നാണ് അനന്തുവിന്റെ വീട്ടിലെത്തിയ ഡിവൈഎസ്പി കെ ആൽവി പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പന്നിയെ പിടിക്കാനാണ് പ്രതി കെണിവെച്ചത്. നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. പ്രതിയുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കും. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇന്ന് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കുമെന്നും ഡിവൈഎസ്പി പറയുന്നു. 2 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനേഷ്, കുഞ്ഞഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് കെണി ഒരുക്കിയത് എന്നാണ് വിവരം. പ്രതികളായ ഇരുവരും സ്ഥിരം കുറ്റവാളികളാണെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് വഴിക്കടവ് പോലീസ് കേസെടുത്തിരുന്നു. പ്രതി വിനീഷിനെതിരെ നേരത്തെയും കേസുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കെണിവെച്ച് മൃഗങ്ങളെ പിടിക്കുന്നത് പ്രതിക്ക് ഹോബിയാണെന്നും ഒപ്പം കൂട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കളും പറയുകയാണ്. ഫുട്ബോൾ കളിച്ച ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. വൈദ്യുത ലൈനിൽ നിന്ന് അനധികൃതമായി കേബിൾ വഴി ബന്ധിപ്പിച്ച കമ്പിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. വേലിയിലേക്ക് വൈദ്യുതി എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണ് അപകടമുണ്ടായതെന്ന് എഫ്ഐആറിൽ വ്യക്തമായി തന്നെ ഉണ്ട്. മറ്റുള്ളവർക്ക് അപകടമുണ്ടാകും അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ് എന്നും എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറയുകയാണ്. അനന്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുത കമ്പിയിൽ തട്ടിയതോടുകൂടിയാണെന്നും എഫ്ഐആറിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത 105 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് അറസ്റ്റ്. അനന്തുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുരേഷിനും ഷോക്കേറ്റിരുന്നു. മരിച്ച അനന്തുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനാണ് സുരേഷ്. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അനന്തുവിനും മറ്റ് 2 വിദ്യാർത്ഥികൾക്കും ഇന്നലെ ഷോക്കേറ്റത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മറ്റ് 2 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇവരുടെ ബന്ധുക്കൾ അറിയിക്കുന്നത്. അനന്തുവിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അതേസമയം ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച പന്നിക്കെണി സ്ഥാപിക്കുന്നതായി 7 മാസം മുൻപ് KSEBിക്ക് പരാതി നൽകിയിരുന്നു എന്നും അവർ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന അപകടത്തിലേക്ക് നയിച്ചത് എന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം. എല്ലാവരുടെയും കൺമുന്നിലാണ് മോഷണം നടക്കുന്നത്. ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. പന്നിയെ പിടിക്കാനാണ് കെണി വെക്കുന്നത്. ഭൂമി ഉടമസ്ഥന് ഇതുമായി ബന്ധമില്ല. 5 കുട്ടികൾ ഉണ്ടായിരുന്നു. ഷോക്കേറ്റ ഒരു കുട്ടി എന്റെ വീട്ടിലേക്ക് ഓടി വന്നു. 3 കുട്ടികൾ വെള്ളത്തിൽ കിടക്കുകയായിരുന്നെന്നും ഒരാൾ കരയിൽ ഉണ്ടായിരുന്നു എന്നും കമ്പ് ഉപയോഗിച്ച് ഒരു കുട്ടിയെ വെള്ളത്തിൽ നിന്നും മാറ്റി. ഞാൻ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ് ഫ്യൂസ് ഊരിയ ശേഷം മറ്റു കുട്ടികളെ സ്ഥലത്തു നിന്നും മാറ്റുകയായിരുന്നു. മരിച്ച കുട്ടി മുഖമിടിച്ചാണ് വീണതെന്ന് പ്രദേശവാസിയായ ഷാം പറയുകയാണ്. ഷാമിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം.
വിറകുണ്ടാക്കാൻ വരലുണ്ട്. ഇവിടുത്തെ സ്ത്രീകളൊക്കെ അല്ലേ, അമ്മമാരൊക്കെ ഇവിടെ വിറകുണ്ടാക്കാൻ വരലുണ്ട്. ഇവരെങ്ങാനും ഒരു ദിവസം ഇത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താവും ഇവിടുത്തെ സ്ഥിതി? ഒന്നും വേണ്ട. എൻ്റെ അച്ഛൻ ഇവിടുന്ന് ഒരു ദിവസം ഈ മറ്റേ കാഞ്ഞിരത്തിൻ്റെ അടുത്ത് താഴെ വെട്ടാൻ വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ കമ്പിയുമ്പോൾ തട്ടി വീണിട്ടാണ് എന്നോട് ഇത് പറയുന്നത്. അങ്ങനെ ഞാൻ വന്നു നോക്കിയപ്പോഴാണ് ഈ ഏകദേശം ഏരിയ മൊത്തം കവറിങ്ങാ. ഇറച്ചിക്കായി പന്നി പിടിക്കൽ ഇവിടെ ബിസിനസ് ആണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടി ഷോക്കേറ്റ് മരിച്ച തോടിന്റെ ഒരു വശത്ത് കാടും മറുവശത്ത് കൃഷിഭൂമിയുമാണ്. ഇതിനു മുൻപ് ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. KCB ലൈൻ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് കവറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതും നടന്നില്ല. ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും കെണി വെച്ചിരിക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല. മീൻ പിടിക്കാനായി കുടുംബത്തോടെ പലരും എത്തുന്ന സ്ഥലമാണ് ഇത്. വൈദ്യുതി മോഷ്ടിച്ച് ഇത്രയും ദൂരം ലൈൻ വലിക്കുന്നത് ആദ്യമായാണെന്നും 1/2 കിലോമീറ്ററോളം നീളത്തിൽ വയറ് വലിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുകയാണ്. സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. വൈദ്യുത കെണികൾ KCB മൗനാനുവാദം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പ്രക്ഷോഭം നടക്കുമെന്നും അദ്ദേഹം പറയുന്നു. ദുഃഖകരമായ സാഹചര്യമാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറയുന്നു. നിലമ്പൂര് റോഡ് ഉപരോധിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. രാഷ്ട്രീയപരമായി ഇത് വഴിതിരിച്ചു വിട്ടു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇന്ന് അനന്തുവെങ്കിൽ നാളെ ആരെന്ന ചോദ്യം മാത്രമാണ് ഇവിടെ ബാക്കി. ഒരുപക്ഷെ ഇത് ഇലക്ഷൻ കഴിയും, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും, ആരെങ്കിലും ഒക്കെ ജയിക്കും. പക്ഷേ അനന്തുവിനെ പോലെയുള്ള 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി അല്ലെങ്കിൽ അനന്തുവിന് നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ആ സ്കൂളിലെ നല്ലൊരു മികച്ച വിദ്യാർത്ഥി, സഹപാഠികൾക്ക് നഷ്ടപ്പെട്ട ഒരു നല്ല കൂട്ടുകാരൻ ഈ അനന്തുവിനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പക്ഷേ അനന്തുവിന് പകരം മറ്റൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ മറ്റൊരാളുടെയും ജീവൻ ഇങ്ങനെ ഷോക്കേറ്റ് മരണപ്പെട്ടു പോകരുത്, ഇങ്ങനെ പിടഞ്ഞു പോകരുത്. അങ്ങനെ പിടഞ്ഞു പോകാനുള്ളതല്ല ആരുടെയും ജീവൻ എന്ന ആരെങ്കിലുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കി ഇതിന്റെ നടപടി വേണമെന്ന് തന്നെയാണ് ഉറച്ച ആവശ്യം മുന്നോട്ട് വരുന്നത്.